സോ ഗൈസ്, നമുക്കിന്ന് രാത്രിയായി ഇപ്പോൾ സമയം എന്നൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. നമുക്കിന്നൊരു പാർട്ടി ഉണ്ടായിരുന്നു. കണ്ടല്ലോ ബിൽഡിങ്സൊക്കെ. ഇവിടെയൊന്നും അല്ല, വേറൊരു സ്ഥലത്തായിരുന്നു പാർട്ടി. എന്തായാലും നല്ല നൈറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ സമയം. അപ്പം ഞാൻ പാർട്ടിയിൽ പോയിട്ട് വന്ന ഷിൻചാൻ അവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു ഗൈസ്. അത് കാരണം ഡിസ്റ്റർബ് ചെയ്യാൻ ഞാൻ വൈകുന്നേരം പോയതാണ്. ഇത്രയും പെട്ടെന്ന് എത്തി. അപ്പോൾ ഷിൻചാനെ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് വിചാരിച്ച് അതായത് നമുക്ക് വീട്ടിൽ പോയി നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം ഗൈസ്. ഉറങ്ങിയിട്ട് വേണം നമ്മുടെ നാളെ എണീറ്റ് കാർ കളക്ഷൻ്റെ പുതിയ വീഡിയോയില്ല നമുക്ക് കളക്ട് ചെയ്യണ്ടേ. അപ്പം നിങ്ങൾ ആ കാർ കളക്ഷൻ്റെ ഇത് കാണണമെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് വെച്ചാൽ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. എന്തായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരില്ല, നിങ്ങൾക്ക് കാണാനും പറ്റില്ല. നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാൻ. ഷിൻചാൻ മേളിലാണ് കേട്ടോ. ആത്മാർത്ഥത കൂടിയിട്ടുണ്ട് ഗൈസ്. അയ്യോ ഓടിവായോ. സോ ഗൈസ്, ആ ഷിൻചാൻ ശബ്ദമല്ലേ. നമുക്കെന്തായാലും നേരെ ഓടി മേളിലേക്ക് ചെല്ലാം. ഇതാ ആൾക്കാരെ നോക്കാം. അയ്യോ മേളിൽ തൊട്ട് എന്താണ് ഷിൻചാൻ ഇവിടെ നടക്കണത്? ഞാനാണ് കമല, ഞാൻ ഈ ഫ്രാങ്കിളിനെ എൻ്റെ കൂടെ കൊണ്ടുപോവാ. സോ ഗൈസ്, കമലയുടെ കഥ എന്താണെന്ന് വെച്ചാൽ ഇവർ ഹാപ്പിയായിട്ട് ജീവിച്ച ഫാമിലിയാണ്. ഒരു വട്ടം എന്ന് വെച്ചാൽ ഇവർക്കൊരു അസുഖമൊക്കെ വന്നു. ആ സമയത്ത് ഇവരുടെ മേത്ത് ഈവിൾ ശക്തിയൊക്കെ കയറിയിട്ടുണ്ട്. എന്നിട്ട് ഇവർ ഭയങ്കരമായിട്ട് ഈവിളായിട്ടുണ്ട്. അതാണ് കഥ. സോ ഗൈസ്, നമ്മളിത് കമല ഹൗസിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ നേരെ ഇവർ ടെലപ്പോർട്ടൊക്കെ എന്ത് സാധനം ചെയ്യുമെന്ന് അറിയില്ല. ഇത് നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് പൂജ ചെയ്യണം. അഞ്ച് സാധനം ഒരു സാധനം എന്തോ കണ്ടുപിടിച്ചിട്ട് ആ സാധനം വെച്ച് നമ്മൾ പൂജ ചെയ്യണം. അതാണ് നമ്മുടെ പരിപാടി. എന്തായാലും ഇവിടെ ഈ സാധനം എവിടെയാണെന്ന് കണ്ടുപിടിക്കും ഗൈസ്. നമ്മൾ ഈ സ്ഥലത്ത് ആദ്യമായിട്ട് വന്ന കാരണം ഒരു മണ്ണാങ്കട്ട അറിയില്ല. ഇനി ഇത് എവിടെയാണെന്ന് പോയി കണ്ടുപിടിക്കാൻ. അതാണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവ് നമുക്ക് തന്നേക്കണത്. സോ ഗൈസ്, നമുക്കെന്തായാലും പെട്ടെന്ന് പോയി ഇവിടെയൊക്കെ നോക്കാം. ഇവർക്ക് കണ്ണ് കാണാൻ പാടില്ല. പക്ഷെ നമ്മളെന്താ, അയ്യോ കമലേർന്ന് പറയുന്ന സ്ഥലമല്ലേ. നമുക്കെന്തായാലും അങ്ങോട്ട് നീങ്ങാം. ആദ്യം കോർട്ട്യാർഡ് കണ്ടുപിടിക്കണം. അവിടെയാണ് നമ്മൾ ഈ സാധനം വെക്കണത്. കോർട്ട്യാർഡ് എവിടെയാണെന്ന് അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ആ സാധനം വെക്കാൻ പറ്റത്തില്ലല്ലോ. അത് കാരണം നമ്മൾ കോർട്ട്യാർഡ് നേരെ പോയി കണ്ടുപിടിക്കണം. അതാണ് ഏറ്റവും അത്യാവശ്യമായ സ്ഥലം. ഈ കോർട്ട്യാർഡ് എവിടെയാണെന്ന് അറിയില്ല. നമുക്കെന്തായാലും ഇഷ്ടമുള്ള വഴിയൊക്കെ പോയി നോക്കാം. അതാണ് കമല ഉറങ്ങണ സ്ഥലം. പിന്നെ സീനായ സ്ഥലം. സോ ഗൈസ്, നമ്മളങ്ങനെ കോർട്ട്യാർഡിൽ എങ്ങനെയൊക്കെ എത്തിയിട്ടുണ്ട്. എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല ഗൈസ്. എന്തായാലും നമുക്ക് നേരെ പോയി എവിടെ കമല സാധനം കണ്ടുപിടിക്കാം. ഇത് ഹൈഡ് ഔട്ടാ. സീനാണ് ഗൈസ്. ഇത് ചെറുതായിട്ടൊന്ന് പേടിപ്പെടുത്തുന്നതുണ്ട്. എന്നാലും എന്ത് പറയാനാ ഗൈസ്, കുറച്ച് പേടിയൊക്കെ ആകുന്നുണ്ട്. എനിക്ക് ഒരു ലൈഫേ ഉള്ളൂ. ഞാൻ എനിക്ക് ഇങ്ങോട്ട് ഞാൻ റിയലായിട്ട് ചാവുന്നതാണ്. ഇപ്പോൾ തിരിച്ച് വീട്ടിൽ പോയില്ലെന്നറിയില്ല. സോ നമുക്കത് ഫൈൻഡ് കമലയുടെ അടുത്ത് പോയാൽ അവ സൈക്കോത്തരം ഇറക്കാം. കമലയുടെ അടുത്ത് പോയിട്ട് നിന്നാ കടിക്കുമോ? സോ പിന്നെ നമ്മൾ കുറച്ച് ധൈര്യം കൂടിയ ആൾക്കാരാണെന്ന് അറിയാലോ. നമ്മൾ കുറച്ച് നേരം കമലയുടെ അടുത്ത് കിടന്ന് സീനാണ്. ഇതിനുള്ളിൽ കയറാൻ പറ്റുമോ? ഇല്ല. ഈ കോടാ നമുക്ക് കമലയുടെ കട്ടിൻ്റെ ഓടി. അയ്യോ ഗൈസ്, സീനാണ്. സീനില്ല. ഇതുപോലെ അറിയില്ല ഇവർ എവിടത്തെ കമല തേങ്ങയാണ് പറഞ്ഞപ്പോൾ. റൺ ഓടിക്കോ. ഇനി ആ സാധനം കണ്ടുപിടിക്കണം. അതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. ഓടി എവിടെയാണ് ഈ സാധനം? ഒരു പാത്രമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അത് മാത്രം മതിയോ അല്ലെന്ന് എനിക്കറിയില്ല ഗൈസ്. നമുക്കെന്തായാലും പെട്ടെന്ന് അത് പോയി കണ്ടുപിടിക്കുക. ഇവിടെ ആരും ഇല്ലല്ലോ. എവിടെ ഇത് തന്നെ പൂജ ചെയ്യണം മാത്രം. ഇതെടുത്ത് കയ്യിൽ പിടിച്ചേക്കാം. ഒബ്ജക്റ്റീവ്. സോ ഗൈസ്, നമ്മളിത് ഓടിപ്പോയി ആ കോട്ടയാടി വെച്ചില്ലെങ്കിൽ നമ്മൾ ഡെഡാണ് ഗൈസ്. നമുക്കെന്തായാലും പെട്ടെന്ന്
ഇതൊന്ന് വെക്കാൻ പറ്റാത്ത ഇവിടെ ഇല്ലേ വെക്കണ്ടേ ഒരു പൊസിഷൻസ് ഉണ്ട് ഗൈസ്. എന്തായാലും പെട്ടെന്ന് ഇത് വെക്കാം, അല്ലെങ്കിൽ കമല വന്ന് നമ്മളെ തീർത്ത് കളയും ഗൈസ്. പിന്നെ എൻ്റെ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഇതുപോലെ കുറേ ഹൊററായിട്ട് ഞാൻ വീണ്ടും വരും. അത് എൻ്റെ സബ്സ്ക്രൈബ് വെച്ചാൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. നമുക്ക് എന്തായാലും ഇത് പെട്ടെന്ന് ഇവിടെ വെക്കാം. പിന്നെ എൻ്റെ കളക്ഷനായിട്ട് ഞാൻ വരും, അത് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. എന്തായാലും ഇവിടെ വെച്ചിട്ട് നമുക്ക് എണീറ്റ് ഓടാം.